ആ ഇത് മൊത്തം പുല്ല് കയറിയെന്ന്. അത് തക്കിളിമോളെങ്ങാനും പറിച്ചു തരും. ഇപ്പൊ അമ്പിളിക്കുട്ടൻ ചേട്ടൻ ചെയ്യണേ എന്തിനാ? ഇത് കുഴപ്പമില്ല, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. രാഗി എവിടെ എന്നിട്ട് കണ്ടില്ലല്ലോ പുറത്തോട്ട്? ആരെ? രാഗി എവിടെ? ആ അതൊന്നും പറയണ്ട തങ്കം. രാവിലെ എൻ്റെ അടുത്ത് ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കൊള്ളാമെന്ന് ചോദിച്ചു. എന്ത്? അവള് പറഞ്ഞ സാമ്പാറാന്ന്. ഞാൻ പറഞ്ഞു രസം കൊള്ളാന്ന്. ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിച്ചു പറയണേക്കാൾ ചിരിക്കാറുണ്ട്. ഞാൻ സത്യമായിട്ട് ഞാൻ രസത്തിൽ ഈ കഷ്ണമൊക്കെ ഇട്ട സാധനം എന്തെങ്കിലും പുതിയ വെറൈറ്റി ഒക്കെ അതാണല്ലോ ജോലി. ഇല്ലടി സത്യം, ഞാൻ അങ്ങനെ വിചാരിച്ചേ. ഞാൻ പറഞ്ഞു രസം കൊള്ളാന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാം കൊടുത്തു കേട്ടാ ഓടക്കാത്ത ഒറ്റ അടിയെന്ന്. അവളതല്ലേ ചെയ്തുള്ളൂ. ഞാനാണെങ്കിൽ തലയിലോട്ട് ചട്ടിയോട് കൂടി കമത്തിയാനെ. അയ്യോ സാമ്പാർ നീ അറിഞ്ഞില്ല. സത്യം രസത്തിന്റെ ടേസ്റ്റ്. ഞാൻ യഥാർത്ഥം പറയാൻ വേണ്ടി ഇതെന്ത് പ്രത്യേക രസമാണ്. ഇവക്ക് ഈ പരിപാടി കൊള്ളാന്ന് പറയാൻ വേണ്ടി നിന്നതാണ്. അതിനിടയ്ക്ക് എല്ലാം കൊടുത്തു തറയടിച്ചു. ഇന്ന് ഉച്ച കൊണ്ട് വേറെ എന്തൊക്കെ റെഡി ആക്കണമെന്ന് പറയുന്ന കേട്ടു. അത് അങ്ങനെ ആണെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ട്. അവക്കും കഴിക്കണ്ടേ? അവളൊന്നാമത് പുറത്തൊക്കെ ജനിച്ചോളന്ന് വെച്ചല്ലേ. ചുമ്മാ തള്ളനാണ്. നിങ്ങളൊക്കെ മുമ്പേ അവളെക്കാട്ടി മുകളിലുള്ള ഒരാളെ കണ്ടു പോട്ടും 10 മടക്കി മിണ്ടാതിരിക്കും. അല്ല ഇതിപ്പോ മറ്റേ വീട്ടിലെല്ലാരും അങ്ങനെയാണോ? ഇവള് മാത്രമേ ഉള്ളൂ. ഇവള് കുറച്ച് ഇതാണ്. പിന്നെ ഞാൻ അതൊക്കെ മൈൻഡ് ചെയ്യാതങ്ങ് പോകും. നേരത്തെ പോന്നോ? ചായ എടുത്തു കൊടുക്കട്ടെ? ദൈവം ഇതിന്റെ കാര്യം. ചായ എടുക്കട്ടെ? നിന്റെ തന്ത ആവില്ലാറുണ്ടല്ലോ, അങ്ങനെ കൊണ്ട് കൊടുക്കും. ഈ അമ്പിളിക്കുട്ടൻ്റെ തമാശ. മിനിഞ്ഞാന്ന് രാഗി സാമ്പാർ ഉണ്ടാക്കി കൊടുത്ത് അമ്പിളിക്കുട്ടിന്റെ അടുത്ത് കഴിച്ചിട്ട് പറയാണ് രസം സൂപ്പറായിന്ന്. രാഗി ഇതെല്ലാം കൂടി എടുത്ത് അറ്റായേറ്. അതും പറഞ്ഞോണ്ടിരുന്ന് നിർത്താതെ ചിരിക്കുക. ഭയങ്കര തമാശ തന്നെ. ചിരിച്ച് മനുഷ്യൻ മരിച്ചു. നേരെ അത് കാണുന്ന പോലല്ല കുഞ്ഞു പിള്ളേരുടെ സ്വഭാവം എപ്പോഴും. അപ്പൊ അത്ര വലിയ തമാശക്കാരനാണെങ്കിലേ അമൃത ടിവിയിൽ ഒരു പരിപാടി ഉണ്ട്, കോമഡി മസാല. അതിൽ തമാശ എഴുതാൻ ചെല്ലാൻ പറഞ്ഞു. അതിനുള്ള ബോധമൊന്നുമില്ല പാവത്തിന്. ദൈവമേ, ഇങ്ങനത്തെ മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. വളിപ്പ് പറയാ ഓരോരുത്തന്മാരും അത് കേട്ട് ചിരിക്കാൻ കുറെ പെണ്ണുങ്ങൾ. നിനക്ക് വേറെ പണിയൊന്നുമില്ല തങ്കം? എന്തൊരു അവന്റെ തമാശയൊക്കെ ഇരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോഴത്തേനും പിന്നെ എങ്ങനെയാ? ഒരു മാന്യൻ. എന്താ മാന്യത? അവനെ എനിക്കറിയാവുന്നല്ലേ, നിനക്ക് അറിഞ്ഞൂടാ? എനിക്ക് നല്ല അസലായിട്ട്. നിനക്ക് എന്താ കുഞ്ഞിലെ പോലെ ഞാൻ കമ്പിളിക്കോട്ടെ ചേട്ടാൻ. അവന്റെ പേര് പോലും ഇവിടെ ഉച്ചരിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. എന്നാ പിന്നെ ഞാനൊരു പാട്ട് പാടാം. പാട്ട് കൂത്ത് പാടട്ടെ? നീ എന്തായാലും ചെയ്യും. ഓ അമ്പിളി അമ്മാവാ അങ്ങ് കളിക്കല്ലേ നീ പോ. എനിക്ക് എന്റെ സ്വഭാവം എനിക്ക് തന്നെ ഇപ്പൊ ഇഷ്ടപ്പെടാതിരിക്കുക. ഭയങ്കരമായിപ്പോയി. ചായ എന്താ പറയാ? എന്താ പാട്ട്? ഏത് രാധ? ആ രാധയാ. രാധ എടുത്തൊരു കാര്യം ചെയ്യും. പാർട്ടി ഓഫീസിൽ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ വന്ന് മെമ്പർഷിപ്പ് എഴുതി കൊടുക്കാം. ഇല്ല എനിക്ക് നേരിട്ട് കാണണം രാധ. ഞാൻ വന്നിട്ട് പോയാൽ മതി. ഞാൻ ഇപ്പോൾ വരാം. ശരി, ഒന്ന് പിടിച്ച് നിർത്തവിടെ. ഇവിടെ നിൻ്റെ അടുത്തല്ല ഞാൻ പറയണം നടരാജ. അവിടെ ഞാൻ അതാ വരണമെന്ന്. എന്റെ ക്ലീറ്റോ, ഇത് എവിടെയാ ക്ലീറ്റോ? വിളിച്ച ഫോൺ എടുത്താൽ എന്താ? എന്റെ തങ്കം ഭയങ്കര തിരക്കായിരുന്നേ. പാർട്ടി ശക്തപ്പെടുത്താൻ പോവല്ലേ. എന്റെ മുഴുവൻ ചുമതല എനിക്കാ. അയ്യോ, വെള്ളം എടുത്തേ. രാധേ? രാധ നമ്മുടെ പാർട്ടിയില് പുതിയ വനിതാ വിങ് രൂപീകരണം നടക്കാൻ പോവാ. അപ്പൊ അതിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്ന ആളാണ് രാധ. എന്താ ഞാൻ ഇന്നേ വരെ കണ്ടില്ല ഇത്രയും കഴിവ് മിടുക്കുള്ള ഒരാളെ. സൗന്ദര്യത്തിന് സൗന്ദര്യം, ബുദ്ധിക്ക് ബുദ്ധി, വാക്ചാതുര്യം അതിലേറെ. എന്താ സിനിമാ നടികൾ തോറ്റു. ആള് വക്കീലാ. അതാണ് ഇങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ പാർട്ടിക്ക് വേണ്ടത്. എന്താ സംസാരിക്കാനൊക്കെ ഉണ്ടല്ലോ, കൊണ്ടങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി. ഇത്രയും പാർട്ടിയോട് ആത്മാർത്ഥമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാനെന്ന് പറഞ്ഞ ജീവനാട്ടോ. കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചു. പക്ഷെ ഭർത്താവ് ഗൾഫില്ല, കുട്ടികളുമില്ല.
ഇപ്പൊ 24 മണിക്കൂറും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയ ഒരാൾ. ഇങ്ങനെയുള്ള ആൾക്കാരാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ പല പ്രാവശ്യവും നിർബന്ധിച്ചാണല്ലോ. അപ്പം നിനക്ക് താല്പര്യമില്ല, പിന്നെ ഇനിയിപ്പോ താല്പര്യം എന്നോട് പെരുമാറിയിട്ടൊന്നുമില്ല ക്ലീറ്റോ. എന്ത് ഇങ്ങനെ ഞാൻ രാധ ചോറുണ്ടേ രാധേ ഞാനെത്തി, വീട്ടിലെത്തി. ആ ഇല്ല ഭക്ഷണോ? എന്ത് സ്പെഷ്യൽ? ഇവിടെ എന്നും പഴങ്കഞ്ഞിയാ. കഴിച്ചോ? കഴിച്ചില്ലേ? എന്താ സ്പെഷ്യല്? അതെ, സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയതാ. കൊഞ്ച് കറിയോ? ഓ അയ്യോ, ഭാഗ്യമില്ലാതെ പോയി. ഞാനൊരു ദിവസം വരണുണ്ട് രാധയുടെ കൊഞ്ച് കറിയൊക്കെ ഒന്ന് കൂട്ടി ഊണ് കഴിക്കാൻ. ആ ഇല്ല, ആ മോൾ ഉറങ്ങി. ഉറങ്ങി. ആ നാളത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെയാണ്? രാവിലെ പാർട്ടി ഓഫീസിൽ എത്തണം. ആ പോവാ. ഓ നമുക്ക് എങ്ങനെയെങ്കിലും പാർട്ടി ഒന്ന് ശക്തിപ്പെടും. ശരി. ആ ഇല്ല, എൻ്റെ വൈഫുണ്ട്. അത് അടുക്കളയില്ല, 24 മണിക്കൂർ അടുക്കളയിൽ തന്നെയാണ്. ആ ഓ അത് ഞാനേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് അങ്ങോട്ട് വിളിക്കാം. ഒന്ന് ഫ്രഷ് ആയിട്ട് വിളിക്കാം. വിളിക്കും പിന്നെ വിളിക്കാന്നേ. ആ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ എന്നാ. ആ കഞ്ഞിയും പയറും കഴിക്കാവോ? കഞ്ഞിയും പയറും കഴിക്കുമോന്ന്? ഇവിടെ ഇപ്പം അതല്ലേ ഉള്ളൂ, വേറെ ഒന്നും കാണില്ലല്ലോ. ആ ചെറിയുള്ള സ്ഥലമൊക്കെ അറിയാലോ. നോക്കാം. എന്നും ഇത് മാത്രം കഞ്ഞിയും പയറും കഴിക്കണ്ട. Alien versus Alien.